ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഒത്തിരി പ്രതീക്ഷയോടെ ഈ ചെറിയൊരു പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒരുമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുന്ന 12 അരൂപികളെ നിർവീര്യമാക്കാൻ ഒറ്റ വചനത്തിന്റെ അഭിഷേകം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മുടെ കുടുംബത്തെ, സമൂഹത്തെ, നമ്മൾ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളെ എല്ലാം ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നിന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന, വിട്ടുപോകുന്ന സകല അരൂപികളെയും ഈ വചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിത മേഖലകളെ സമാധാനം കെടുത്തുന്ന അരൂപികൾ ഇതൊക്കെയാണ്. ശത്രുതയുണ്ട് നമ്മളില്, വെറുപ്പ്, അസൂയ, അലസത, അഹങ്കാരം, ഭയം, നിരാശ, ഭിന്നത, കലഹം, മദ്യാസക്തി, ജഡത്തിന്റെ ആസക്തി, ദ്രവ്യാസക്തി. ഇത്തരത്തിലെ അരൂപികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത കെടുത്തുന്നത്. ഈ അരൂപികളെ ഒത്തിരി സ്നേഹത്തോടെ വിശ്വാസത്തോടുകൂടി ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. നമ്മുടെ ചുറ്റിലേക്കും നമ്മുടെ ജീവിത മേഖലയിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളൊക്കെ വരുമെന്ന് ദൈവത്തിന് മുൻപ്, നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അറിയാമായിരുന്നു. ഈ വചനമാണ് നമുക്ക് സഹായമായിട്ട് വിട്ടു തന്നിരിക്കുന്നത്. 12 ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാൻ ഈ 12 ശിഷ്യന്മാർക്ക് പറ്റും. ഇന്ന് മത്തായി 11-ന്റെ അഭിഷേകത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ അലട്ടുന്ന ഇത്തരത്തിലെ അരൂപികളെ, ഈ പലതരത്തിലെ അരൂപികളെ, ഏത് മേഖലയാണോ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന, മദ്യത്തിന്റെ ആകാം, ദ്രവ്യാസക്തിയുടെ ആകാം, ജഡമോഹത്തിന്റെ ആകാം, കോപത്തിന്റെ ആകാം, ദേഷ്യത്തിന്റെ ആകാം, വെറുപ്പിന്റെ ആകാം, മയക്കുമരുന്ന്, ലഹരികള്, ഏത് തരത്തിലെ ലഹരിയാണോ അരൂപിയാണോ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നത്, അത് യേശുനാമത്തിന്റെ ശക്തിയാല് ഈ മത്തായി 11-ന്റെ അഭിഷേകത്തോട് ചേർന്ന് ഈ വചനം പറയണം. തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഈശോയെ, അങ്ങ് അധികാരം കൊടുത്തു വിട്ടിരിക്കുന്ന ഈ 12 ശിഷ്യന്മാരെ എൻ്റെ ജീവിത മേഖലയിലേക്ക് അയച്ച്, എൻ്റെ ചുറ്റുപാടിലേക്ക് അയച്ച് ഇത്തരത്തിലെ അരൂപികള്, ഞങ്ങളെ ചുറ്റിയിരിക്കുന്ന, എന്നെ ശ്വാസം മുട്ടിക്കുന്ന, എന്നെ സങ്കടപ്പെടുത്തുന്ന, എൻ്റെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തുന്ന ഈ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാൻ ഈ വചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് യേശുനാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് അഭിഷേകം മേടിക്കാനായിട്ട് 12 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഒരു 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും ഏത് തരത്തിലെ അരൂപികളാണോ നമ്മളെ അലട്ടുന്നത്, ആ അരൂപികൾ നമ്മളിന്ന് വിട്ടുമാറി സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ കരം നമ്മുടെ ഭവനത്തിലേക്ക് നീട്ടി വരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ ജീവിത മേഖലകളെ അസ്വസ്ഥപ്പെടുന്ന പൈശാചിക ശക്തിയെ നിർവീര്യമാക്കാൻ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന പൂർണ്ണമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഈ തിരുവചനം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.